Assalamualaikum, welcome to delicious recipes set. അപ്പോൾ നമ്മളിത് ചെയ്ത നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണിത്. അതായത് നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ടേസ്റ്റിലൊക്കെ ഉള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1 ലിറ്റർ പാലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിൽ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. കാരമൽ ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാതെ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. പിന്നെ ആദ്യം തന്നെ ഇത് തീ ഒരുപാട് കുറച്ച് വെക്കരുത്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് മെൽറ്റായി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാര്യം ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാതെ വേഗം അത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ക്രീമി പരുവായിട്ട് മാറും ഇത്. ബട്ടർ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നല്ലൊരു ക്രീമി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ള് പാലും ഇതിലേക്ക് നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചവ്വരിയാണ്. അപ്പോൾ ചവ്വരി ഞാനൊരു 1/2 കപ്പ് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സേമിയയും ചേർക്കാം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് സേമിയയും അടയും ഒന്നും ഇല്ലാത്ത പായസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് സേമിയ ഇടാഞ്ഞത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് മധുരം കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി ഒന്ന് വരട്ടെ. ഇതിൽ നട്ട്സിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ വരുന്നില്ല. എന്നാലും ഞാൻ നട്ട്സ് ഇതിൽ ചേർക്കുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കിനി ചേർക്കാനുള്ളത് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല കുടിക്കാനുള്ള ആ ഒരു പാകത്തിന് കിട്ടും ഇത്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനിടയിൽ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.